വിനയം പൂത്തുലഞ്ഞ ശിശുവിനെ പോലെ കൊച്ചാകുന്ന അദ്ദേഹത്തിന്റെ അങ്കക്കലി പൂണ്ട തീക്കണ്ണുകൾക്ക് മുന്നിൽ ഏതൊരാളും ഉരുകിപ്പോകും. സജ്ജന സഹവാസം ജീവിതഹാരിയായി എടുത്തവരാണ് നമ്മുടെ വഴികാട്ടികളായ സകല ഔലിയാക്കളും. മൺമറഞ്ഞ മഹാന്മാരുടെ മക്കാമുകളിൽ നിരന്തര സഹവാസം. ആത്മവിശുദ്ധി കൈവരിക്കാൻ ഹൃദയമാലിന്യങ്ങൾ നീങ്ങാൻ നിർദ്ദേശിക്കപ്പെട്ട പഞ്ചസിദ്ധൌഷധങ്ങളിൽ ഒന്നാണല്ലോ സജ്ജന സഹവാസം. നമ്മുടെ കഥാപുരുഷൻ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തന്റെ ഷെയ്ഖുമാരുടെ സിയാറത്തിന് പുറമെ കൊച്ചിയിലെ ഷെയ്ഖ് ഫരീദ് റളിയല്ലാഹു അൻഹു മക്കാമിൽ നിരന്തരം സിയാറത്ത് ചെയ്തിരുന്നു. ക്രിസ്താബ്ദം 2000 മാർച്ച് 26 ദുൽഹിജ്ജ 13 ആ മഹാൻ നമ്മെ വിട്ടുപോയി. സത്യത്തിൽ അവരുടെ ആത്മാക്കൾ ഒരിക്കലും ഇടം വിട്ടു പോകുന്നില്ല. തങ്ങളുടെ കാലടയാളങ്ങൾ പതിഞ്ഞു കിടക്കുന്ന വഴികളെയും നിത്യം പരിചരിച്ച ഇടങ്ങളെയും സ്നേഹിച്ച മനുഷ്യരെയും വിട്ട് അവരെവിടേക്ക് പോവാൻ? നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് അഗോചരമായ ഒരു സമാന്തര പാതയിലൂടെ അവർ സഞ്ചരിക്കുന്നു. അതിനു പറ്റിയ ഒരിടമാണ് അവരുടെ മക്കാമുകൾ. കുന്നംകുളത്ത് നിന്ന് 4 കിലോമീറ്റർ കിഴക്ക് പഴുന്നാന ഗ്രാമത്തിലെ ജുമുഅത്ത് പള്ളിയുടെ തൊട്ടു മുമ്പിൽ അവർ അന്തിയുറങ്ങുന്നു. പഴുന്നാന ശൈഖുന ഉമർ ഖാദിരിയുടെ സഹോദരൻ നാസിറുദ്ദീൻ അബ്ദുല്ലാഹ് മുസ്ലിയാർ യൂസുഫ് ഖാദിരിയുടെ മൗലിദ് രചിച്ചിട്ടുണ്ട്. മവാഹിബുൽ ലത്തീഫ്. അന്ന് പാടാവള്ളിയിൽ ജനിച്ചവർ ഇന്ന് പഴുന്നാനയിൽ വാഴും പൂങ്കമ.